മാർസിയ അമീരിസാദയും മറിയം റോസ്താംപൂരും ഇറാനിലുടനീളം 20,000 ബൈബിളുകൾ വിതരണം ചെയ്യുകയും 2 രഹസ്യ വീടുകളിലെ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. 2009-ൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും കുപ്രസിദ്ധമായ എവിൻ ജയിലിൽ അടയ്ക്കുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലുകൾ അവരുടെ പാസ്റ്ററുടെ പേരാവശ്യപ്പെട്ടപ്പോൾ മാർസിയ മറുപടി പറഞ്ഞു, യേശുക്രിസ്തുവാണ് എന്റെ പാസ്റ്റർ. പതിറ്റാണ്ടുകളായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു വരികയാണ്. ഇസ്ലാമിൽ നിന്നുള്ള മതപരിവർത്തനം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി കണക്കാക്കപ്പെടുന്നു. ബൈബിളുകൾ കണ്ടുകിട്ടുന്നു, വീടുകളിലെ പള്ളികൾ റെയ്ഡ് ചെയ്യുന്നു, പാസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലടയ്ക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. എന്നിട്ടും ക്രിസ്തുമതം നിശബ്ദമായി വളർന്നിരിക്കുന്നു. പൊതുപള്ളികളിലല്ല, മറിച്ച് വിശ്വാസികൾ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ഒത്തുകൂടുന്ന സ്വീകരണ മുറികളിലും ബേസ്മെന്റുകളിലും ചെറിയ അപ്പാർട്ട്മെന്റുകളിലുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സർക്കാരിന്റെ നയതന്ത്ര സമ്മർദ്ദത്തെയും പോപ്പ് ബെനഡിക്ട് 16-ന്റെ ഇടപെടലിനെയും തുടർന്ന് 259 ദിവസങ്ങൾക്കു ശേഷം അവർ മോചിതരായി. അതേ ജയിലിൽ തടവിലാക്കപ്പെട്ട കുർദിഷ് രാഷ്ട്രീയ പ്രവർത്തകയായ അവളുടെ സഹതടവുകാരിയും സുഹൃത്തുമായ ഷിരിൻ ആലംഹൂളിയെ പിന്നീട് വധിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സുവിശേഷ പ്രസ്ഥാനങ്ങളിലൊന്നായി ഇറാനെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നു. അനന്തരഫലങ്ങൾക്കിടയിലും വിശ്വാസം തിരഞ്ഞെടുത്ത മതപരിവർത്തനം ചെയ്തവരാണ് അവരെ നയിക്കുന്നത്. സ്വന്തം ജനങ്ങൾക്കിടയിൽ നിന്ന് ക്രിസ്തുമതം ഇല്ലാതാക്കാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് 45 വർഷം ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. ഈ ഭരണകൂടം ഒടുവിൽ തകർന്നാൽ രഹസ്യമായി വളർന്ന സഭ വെളിച്ചത്തിലേക്ക് കാലെടുത്തുവയ്ക്കും. പതിറ്റാണ്ടുകളായി നിശബ്ദരാക്കപ്പെടാതെ അടിച്ചമർത്തൽ സഹിച്ച അതേ ക്രിസ്ത്യാനികൾക്ക് രാജ്യത്തെ ഏറ്റവും ശക്തരായ സാക്ഷികളിൽ ചിലരായി മാറാൻ കഴിയും. സ്വേച്ഛാധിപത്യങ്ങൾക്ക് ബാഹ്യ അനുരൂപത ആവശ്യപ്പെടാം, അവർക്ക് ആന്തരിക ബോധ്യം സൃഷ്ടിക്കാൻ കഴിയില്ല. ഇറാനിലെ ഭൂഗർഭസഭ ഭരണകൂടത്തെ അതിജീവിച്ചു.